ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് നല്ലൊരു എഗ് സ്റ്റൂ ഉണ്ടാക്കാം. ഇത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് നല്ലൊരു എഗ് സ്റ്റൂ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഈ ഒരു ചട്ടിയിലാണ് എഗ് സ്റ്റൂ ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് സ്റ്റൂ ഉണ്ടാക്കുമ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കണം, അപ്പോഴേ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലക്ക ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളക് ഇതുപോലെ കീറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പൊട്ടറ്റോ ഇതുപോലെ ചെറുതായി അരിഞ്ഞതും ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റും പൊട്ടറ്റോയും നമ്മൾ ഏകദേശം ഒരേ വലുപ്പത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. ഇതിലേക്ക് ഈ ഒരു പച്ചക്കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 1 കപ്പ് ഉണ്ട്. ഏകദേശം ഒരു 2 കപ്പ് തേങ്ങ ചിരകിയതിൻ്റെ പാലാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് തേങ്ങയുടെ 2ാം പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം. നമ്മളിന്ന് ഒരു മുട്ട നടുകെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, എന്നിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം 2ാം പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും തേങ്ങയുടെ 1ാം പാലും ചേർത്ത് കൊടുക്കാം. 1ാം പാല് ഏകദേശം 1.5 കപ്പ് ഉണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ 1ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല, അപ്പോൾ അത് പിരിഞ്ഞു പോകും. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇനി ഇതൊരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടേ തുറന്ന് നോക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ആ ഒരു കറിക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ എഗ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇതുപോലെ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഇന്ന് വെള്ളയപ്പമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി വെള്ളയപ്പം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എഗ് സ്റ്റൂ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.